ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അൽഹംദുലില്ലാ ഇവിടെ സുഖമായിട്ട് പോണേ. പിന്നെ ചെറുതായിട്ടൊരു വിഷമം എന്നുള്ളത് നമ്മൾ ഐശുവിനും എനിക്കും അങ്ങനെ തനിമോക്കൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ പനി ഉണ്ട് കേട്ടോ. അപ്പൊ ഐശുവിനും എനിക്കും കുറച്ചൊക്കെ കൂടുതലായിട്ടുണ്ട്. മരുന്ന് കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ അംഗൻവാടിക്കൊന്നും പോയിട്ടില്ല ഇപ്പൊ 2 ദിവസമായിട്ട്. അപ്പം അങ്ങനെ കുഴപ്പമൊന്നുമില്ലേനും എന്നാ വലിയ ഇതന്നെ ഈ ക്ലൈമറ്റ് ചേഞ്ച് വരുമ്പോ പിന്നെ എന്തായാലും ഓരോന്നും ഉണ്ടാവുമല്ലോ. നമ്മളെ കുട്ടികൾക്ക് പെട്ടെന്നാണല്ലോ ഉണ്ടാവുക അസുഖങ്ങളൊക്കെ. അപ്പൊ അതിൻ്റെത് തുടക്കം ഐശു തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഞങ്ങൾക്കൊന്നും വരാതിരിക്കട്ടെ വിചാരിക്കുകയാണ്. പോലെ തന്നെ വേഗം തീരട്ടെ, അസുഖങ്ങൾ ആർക്കും വരാക്കട്ടെ. പിന്നെ കൊതുകുകളും മഴക്കാലൊക്കെ അല്ലേ, അപ്പൊ ഇങ്ങനെ ഓരോന്നായിട്ട് ഉണ്ടാകും അസുഖങ്ങൾ. ഇനിയിപ്പോൾ ആരും ഇല്ലാതിരിക്കട്ടെ. അപ്പൊ ഞാൻ ഇന്ന് വന്നത് എന്താണെന്ന് ചോദിച്ചാല്, അപ്പൊ ഇന്ന് നമ്മൾ ഇന്ന് ഡേ മൈ ലൈഫ് ആയിട്ടല്ലേ വരില്ലേ. അപ്പൊ ഇന്ന് ഞാൻ നൈറ്റ് വ്ലോഗ് എടുക്കാൻ വിചാരിച്ചിട്ടാ. കാരണം ഉണ്ട് കുറേ ദിവസമായി ശാലും താനും ഞാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നമുക്ക് അന്ന് ഉള്ളത്തിന്റെ ഇറച്ചി കിട്ടിയില്ല, കുറച്ച് എല്ലാം കാര്യങ്ങളൊക്കെ ഉണ്ടായിന്. അപ്പൊ കപ്പനോട് കുറേ ദിവസമായി ഞങ്ങൾ കപ്പ കൊണ്ടിരുന്ന അറിയിട്ടോ. അപ്പൊ പറയുമ്പോൾ പറയും ഞാൻ കൊണ്ടുവരാന്ന് പറയും. അപ്പൊ ഇന്നും കൊണ്ടുവരാതെ ഇങ്ങോട്ട് വരും കേട്ടോ. അപ്പൊ ചോദിക്കുമ്പോൾ മറന്നുപോയി അറിയിട്ടോ. ആള് മറന്നു പോയിട്ടാണ്. ആൾക്കും ഇഷ്ടമാണ് കേട്ടോ കപ്പ ബിരിയാണി ഒക്കെ. അപ്പൊ ഏതായാലും വൈകുന്നേരം ഞങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോൾ കൊടുന്ന് തരുന്നുണ്ട് കേട്ടോ. ആദ്യം ചോറ് കറിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ മുരിങ്ങ താളിച്ചതും അങ്ങനെ ചെറുതായിട്ടുള്ള ഐറ്റംസ് അതിന് വെച്ചൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ മീനുണ്ട് വൈകുന്നേരം കൊടുന്നു തരുന്നത്. മീൻ കറി വർക്ക് എന്തെങ്കിലും ചെയ്തോളെന്നൊക്കെ പറഞ്ഞാൽ കൊടുന്ന് തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് എനിക്ക് പറഞ്ഞു ഈ അല്ല ഇന്ന് കപ്പ പറയല്ലേ. അപ്പൊ ഞാൻ കപ്പ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് കപ്പ ബിരിയാണി ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞിട്ടാ. അപ്പൊ അന്നേ പറഞ്ഞു എന്നാൽ എനിക്കൊരു വ്ലോഗ് എടുക്കാമല്ലോ എന്ന് പറയുകയാണ്. അങ്ങനെ ഇന്നത്തെ വ്ലോഗ് അതുകൊണ്ടാണ് വരുന്നത്. കപ്പ ബിരിയാണി കാണിക്കാറൊന്നുമല്ല. അപ്പൊ ഞങ്ങൾ നൈറ്റത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണിക്കാൻ വിചാരിച്ചിട്ടാണ്. അപ്പൊ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് തന്നെ ഫുള്ളായിട്ട് ഒന്ന് കണ്ടു നോക്കാം. കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം അത് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യട്ടെ. പുതിയ കൂട്ടുകാരാണ് വീഡിയോ കണ്ടോണ്ടിരിക്കണമെങ്കിൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതാ ഇപ്പൊ തന്നെ ടാറ്റ ബൈ ബൈ പറയണ ഐശിയായി. ഇവിടെ വീഡിയോയിൽ നിർത്താൻ പറ്റില്ല കേട്ടോ. അവൾക്ക് തീരെ ഇഷ്ടമല്ല ഒരു കാര്യത്തിന്. ഇവിടെ മേക്കപ്പ് ചെയ്യണതോ അവൾക്ക് പൗഡർ ഇട്ട് കൊടുക്കണോ ഒരു സംഗതി നമ്മളെ ഐശ്വര്യന് ഇഷ്ടമല്ല കേട്ടോ. അതിന് വേണ്ടി ഞാൻ പറഞ്ഞില്ലേ നമ്മളെ അയിമിക്കുട്ടിക്ക് ഒരു കുഴപ്പമില്ലതാ. ഇപ്പൊ തന്നെ നോക്കി ക്യാമറ ഇങ്ങനെ കാണിച്ചിട്ടാണ് തിരിഞ്ഞ് വന്നിട്ടോ. തനിമോൾ ഇങ്ങനെ വീഡിയോ എടുക്കുന്നതിനനുസരിച്ച് ഓളിങ്ങനെ മാറി നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മളെ വിശേഷം ഇന്നത്തെ നൈറ്റ് വ്ലോഗാണ്. അപ്പൊ ശാലു തന്നെയൊക്കെ അവിടെ പഠിക്കാണ് കേട്ടോ. അപ്പൊ അതിന്റെ ഇടയിലാണ് ഞാൻ പറഞ്ഞത് തന്നെ ഒന്നേ ഒരു വീഡിയോ എടുത്തണ്ട എന്നിട്ട് ഈ പഠിച്ചോന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ ഓള് പറഞ്ഞു എനിക്ക് പഠിക്കാണ്ട് മെച്ച് വേഗം എടുത്തോന്ന് പറഞ്ഞിട്ടാ. അപ്പൊ ഇന്നത്തെ വിശേഷം അതാണ്. അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം കേട്ടോ. ഓക്കെ, നമ്മളെ ഐശുവിനെ എനിക്ക് പണി എന്താ ഉള്ളി തിരഞ്ഞെടുക്കേ. അപ്പൊ അങ്ങോട്ട് അവിടെ മച്ചി ഉള്ളിയൊക്കെ ഇവിടെ ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ ഗൈസ് നമ്മളെ കപ്പയാണ് കേട്ടത്. നിറയെ ചെളിയാണ് കേട്ടോ. നന്നായിട്ട് ചെളിയുണ്ട് ഇതിന്. എന്തോ ഒരു ചെളി അറിയാം. ഇതാണ് കേട്ടോ. കഴുകി വൃത്തിയാക്കി നമുക്ക് ഇതാക്കണം. കൈമൊക്കെ ആകെ കഴിക്കണം. പിന്നെ അതൊന്നും അല്ല കേട്ടോ രസമുള്ള കാര്യം വേറെ ഉണ്ട്. നമ്മളെ ബീഫ് ഉണ്ടല്ലോ അത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഗൈസ് നമ്മളെ ബീഫിന്റെ അവസ്ഥ ഒന്ന് കണ്ടോളിട്ടോ. വെറും ഐസായി കിടക്കണം. ഇതിപ്പോ ഞങ്ങള് പറഞ്ഞപ്പോ ഒന്ന് ഫ്രിഡ്ജ് ഓഫ് ആക്കിയിട്ടാണ് കേട്ടോ. അല്ലാതെ ഇത് കിട്ടൂല, ഞാനത് കിട്ടൂലാന്ന്. അപ്പൊ ഇതാക്കണം കേട്ടോ. അതിന്റെ ഉള്ളിലാണ് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഓഫ് ആക്കിയിട്ടുകൊണ്ടാണ് കേട്ടോ ഇത് കിട്ടുന്നത്. കുറെ നേരത്തെ ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയതാണ് കിട്ടുമെന്ന്. അപ്പൊ അപ്പോഴൊന്നും കിട്ടിയില്ല കേട്ടോ. അപ്പൊ ഞാൻ ഇതൊന്നൊക്കെ എടുക്കട്ടെ, എന്നിട്ട് ഒക്കെ ഒന്ന് സെറ്റ് ആക്കട്ടെ കേട്ടോ. അപ്പൊ ഇതാട്ടോ നമ്മളെ എല്ലും പിന്നെ കുറച്ച് ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഇറച്ചിയൊക്കെ ഉണ്ട് കേട്ടോ. അതിനകത്ത് കുറെ എല്ലുണ്ട്, പിന്നെ ഇറച്ചിൻ്റെ കഷ്ണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ കൂട്ടിങ്ങാണ്ടൊന്ന് സെറ്റാക്കി വെക്കട്ടെ കേട്ടോ. അപ്പൊ കപ്പ ബിരിയാണിക്ക് ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. ചൂട് കൊടുക്കുന്ന കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ സാധനം. അപ്പോൾ ഒക്കെ ഇതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് വരാം. അപ്പം നമ്മളെ തനിമോള് ഇവിടെയാണ് കേട്ടോ പഠിക്കുന്നത്. ഐശു അയിമ ഇതിൻ്റെ ഉള്ളിലുണ്ടാ? നിങ്ങൾ വെറുതെ അല്ല അടുക്കളയിൽ കാണാഞ്ഞത്. നിങ്ങൾ ഇവിടെ വന്നിരിക്കല്ലേ. നമ്മളെ ദീദിമോള് ഇവിടെ പഠിക്കുകയാണ്. അപ്പുറത്ത് ഷാല് പഠിക്കുന്നുണ്ട്. ഐശുവിനെ അയിമിക്കും പഠിക്കണ്ടേ? അംഗൻവാടിത്തെ പാട്ടൊക്കെ പഠിക്കണ്ടേ? ഇവിടെ നമ്മളെ ഷാലുവാണ് കേട്ടോ. ഒക്കെ പഠിക്കുകയാണ്. എട്ടും വായനൊക്കെയാണ് കേട്ടോ. ഒരാൾ അവിടെ ഒരാൾ ഇവിടെയാണ്. രണ്ടാൾ ഒരുമിച്ച് നിന്നാൽ ചിലപ്പോൾ അടി വിടും. അപ്പം ഞാൻ പറഞ്ഞതാണ് രണ്ടാളും 2 വൈക്ക് പഠിച്ചോളിന്ന്. അപ്പോൾ ഇതൊക്കെ സെറ്റാക്കണം. ഇപ്പം ഈ മഹരിബ് കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ സെറ്റാക്കാൻ വേണ്ടി പറയുന്നത് കേട്ടോ. കുറച്ച് നേരത്തെ പറഞ്ഞിട്ട് ഇതൊക്കെ നമുക്ക് ആദ്യം ലെവലാക്കി എടുക്കായിരുന്നു. ഇതൊക്കെ ഞാൻ സെറ്റാക്കിയിട്ട് വരാം കേട്ടോ. അങ്ങനെ ആ ബീഫൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊരു 5-6 ഫിസിലൊന്ന് അടുപ്പിച്ചേക്കണം. പിന്നെ ഞാൻ ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ. സാധാരണ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ മല്ലിമുളക്, മഞ്ഞൾ, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ടുകൊണ്ട് തന്നെ കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ഒരു 5-6 ഫിസിലൊന്ന് അടിച്ചോളം ഒന്ന് വേവിച്ചെടുക്കാൻ പോകാം. കപ്പ താ ഞാനിങ്ങനെ ആക്കി വെച്ചിട്ടുള്ളൂ. ഇനി ബീഫൊന്ന് എല്ലൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാം കേട്ടോ. നമ്മളെ കപ്പയൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതാ കുക്കറിൽ വെച്ച് ഫിസിലടിക്കണുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് ഞാൻ നമ്മളെ കപ്പയൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പുറത്ത് നല്ല മഴയാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. കാണൂല കേട്ടോ. അവിടെയൊക്കെ വെളിച്ചം കുറവുണ്ട്. നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അടിപൊളി ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. തനിമോള് മഴ കാണാൻ വന്നതാട്ടോ. ഞാനിങ്ങനെ മഴ എന്ന് പറഞ്ഞപ്പോൾ
നല്ല മഴയാണ് കേട്ടോ. പിന്നെ ഇപ്പം ബാങ്കൊക്കെ കൊടുത്തു, ഇഷാ ബാങ്ക് കൊടുത്തുട്ടോ. അപ്പം ഞാൻ ഇനി ബീഫൊക്കെ കപ്പയൊക്കെ ആകുമ്പോഴത്തേന് നിസ്കരിച്ച് വരാമല്ലോ വേഗം. അപ്പം ഞാൻ നിസ്കരിച്ചിട്ട് വരാം കേട്ടോ. ഞാൻ ഈ പച്ചരി രാവിലെ വെള്ളത്തിലിട്ട് വെച്ചത് കഴിഞ്ഞിട്ടോ. അപ്പം ഇന്ന് കറണ്ട് തന്നെ അല്ലായിരുന്നു കേട്ടോ, കറണ്ട് വരിക പോകുക തന്നെയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വൈകുന്നേരം ദോശയ്ക്ക് വേണ്ടി അരക്കാൻ വേണ്ടി വെള്ളത്തിലിട്ട് വെച്ചതാണ്. എനിക്ക് പിന്നെ ഓർമ്മ തന്നെ അല്ല കേട്ടോ. കറണ്ട് വന്നപ്പോൾ കറണ്ട് ഒരു 6 മണി കഴിക്കണം കേട്ടോ. കറണ്ട് വന്നപ്പോൾ അപ്പോഴും എനിക്ക് ഓർമ്മ തന്നെ ഉണ്ടായില്ല ഒന്ന് അരച്ച് വെക്കണം എന്ന്. ഇപ്പം ഞാൻ നിസ്കരിക്കാൻ വേണ്ടി ഇങ്ങനെ പോകാൻ നിൽക്കുമ്പോഴാണ് ഓർമ്മ വരുന്നത്. അപ്പോൾ വേഗം വന്നുകൊണ്ട് ഞാനിതൊന്ന് അരച്ചിട്ട് നിസ്കരിക്കാൻ പോകാൻ വിചാരിച്ച്. ദോശക്ക് നാളെ രാവിലെയൊക്കെ ദോശക്ക് ഇല്ലതാണ് ഇപ്പോൾ. അല്ല എന്നാലും പൊങ്ങിയൊക്കെ വരും കേട്ടോ. നമ്മൾ ഈസ്റ്റൊക്കെ ഇട്ടങ്ങാണ്ടൊരു ചെയ്യല്ലേ, ഇപ്പം എത്ര ആയാലും പൊങ്ങിയൊക്കെ വരും. അതൊക്കെ ഒന്ന് അരച്ചെടുക്കട്ടെ കേട്ടോ. ഞാനിങ്ങനെയല്ല ഒരു ഇതിക്കാണ് കേട്ടോ നമ്മളെ ദോശമാവൊക്കെ ഇങ്ങനെ ഒഴിച്ച് വെക്കുക. ഇനിയിപ്പോൾ ചിലതൊക്കെ പൊങ്ങാത്തതുണ്ടെങ്കിൽ കുറച്ച് ചുടുവെള്ളത്തിൽ കുറച്ചൊരു പാത്രത്തിൽ ചുടുവെള്ളമാക്കിയിട്ട് അതിന് മുകളിൽ ഇത് വെച്ചാൽ മതി കേട്ടോ. ഇങ്ങനത്തെ പ്ലാസ്റ്റിക് അല്ല കേട്ടോ, അലുമിനിയോ സ്റ്റീലിൻ്റെ കുടുക്കിയിലൊക്കെ നമ്മൾ മാവ് പാർന്ന് വെച്ചിട്ട് ആ വെള്ളത്തിൽ ഇറക്കി വെച്ചാൽ നന്നായിട്ട് പൊങ്ങി കിട്ടും കേട്ടോ. ഇത് പൊങ്ങുന്നില്ല വിശ്വാസത്തിലാണ് കേട്ടോ ഞാൻ അങ്ങനെയൊന്നും ചെയ്യാത്തത്. മാവൊന്നും പൊങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പൊങ്ങണില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കോണ്ടി കേട്ടോ. അപ്പം മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ അതാ നമ്മളെ മാവൊക്കെ ഇവിടെ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അടച്ചുവെച്ചാണ്ട് അടുപ്പിൻ്റെ ഒക്കെ അവിടെ നിന്ന് വെച്ചാൽ മതി കേട്ടോ. ചെറിയ ചൂടുണ്ടെങ്കിലൊക്കെ അതങ്ങനെ ഇതായി വന്നോളൂ. ഓക്കെ, നമ്മളെ ഐശുവിനെ എന്താ പഞ്ചിട്ട് ഇപ്പോൾ വായിൽ ഇങ്ങനെ ചെറിയ പുണ്ണിങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് മരുന്നുണ്ട്, തേക്കാനായിക്കൂല. വേണ്ട വേണ്ട പറയട്ടോ. അതിനൊക്കെ അതിനൊക്കെ തേക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഒന്നും സമ്മതിച്ചില്ല കേട്ടോ. അതെ മാട്ടെ മെച്ച് കുറച്ച് ഈച്ച എങ്ങനെ ആക്കാം. ഞാൻ എന്താണ് പെട്ടെന്ന് മാറും. ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ വയ്യ, നല്ല പനിയായിരുന്നു ഓക്കെ. കഴിഞ്ഞു കപ്പ ഞാനൊന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. രാത്രിയിലല്ല ഇപ്പോൾ കപ്പ ബിരിയാണി ഒക്കെ കഴിക്കണം. അപ്പോൾ ചിലപ്പോൾ കട്ടുണ്ടെങ്കിൽ വയറിനൊക്കെ ദോശ കഴിക്കാം കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. പകലിൽ സാധാരണ ഞാൻ വെക്കുമ്പോൾ അങ്ങനെ എന്താ തിളപ്പിച്ച് ഊറ്റാറൊന്നുമില്ല കേട്ടോ. അപ്പോൾ ആരോ ഒരാൾ ഞാൻ അങ്ങനെ ഉണ്ടാക്കിയെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ കട്ടുണ്ടാവില്ലേന്ന്. ഞാൻ അങ്ങനെ ആക്കിയാൽ അന്നൊന്നും കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ. അപ്പം ഇന്നിപ്പോൾ എന്തോ ഒരു പേടി തോന്നി. ഇനിയിപ്പോൾ രാത്രിയിൽ വലിയ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും വിചാരിച്ചിട്ട് ഞാനിതൊന്ന് ഏതായാലും തിളപ്പിച്ചെടുക്കുന്നുണ്ട്. കപ്പയ്ക്ക് ഞാൻ ഒന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേന് നമ്മളെ ബീഫൊക്കെ പകുതി വേവായി വന്നിട്ടുണ്ട്. ബീഫ് തന്നെ വായിൽ വരുള്ളൂ, എല്ലിന് പറയുന്നതാണ് കേട്ടോ അത്. അപ്പോൾ അത് ഒരു പകുതി കുക്കായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ കപ്പ നീക്ക് ഇട്ട് കൊടുത്തിട്ട് 2 വിസിലടിച്ചാൽ മതി കേട്ടോ. അങ്ങനെ നമ്മളെ ഫൈനലി കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ഇതൊക്കെ എല്ലാവർക്കും ഒന്ന് സെർവ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിലാണല്ലോ ഒരു കുക്കിങ്ങിൻ്റെ ഷെഫിൻ്റെ ഒരു കാര്യം. ഞാൻ ഷെഫായതുകൊണ്ട് പറയുന്നത് ഗൈസ്. ഇതാ തനുമോളൊക്കെ ഇപ്പം തന്നെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇനി കഴിക്കാൻ നേരത്തെ ഉണ്ടാവില്ലേ, അത്രക്കും ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറയുന്നത്. പക്ഷേ നമ്മൾ കപ്പ ഉണ്ടല്ലോ നന്നായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിതെല്ലാവർക്കും വിളമ്പി കൊടുക്കട്ടെ. അപ്പം ഗൈസ് നമ്മളെ കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതാ എല്ലാവരും കഴിക്കാൻ ഇരുന്നിട്ടുണ്ട് കേട്ടോ. കഴിച്ചെടുക്കാം. അശ്വിനും എനിക്കും വേണ്ടാന്ന് പറഞ്ഞിട്ട് അവർക്ക് വായോണ്ട് കഴിക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ പാലും എടുത്തിക്കാണ് ഇപ്പോൾ. നൂഡിൽസൊക്കെ കഴിച്ചിരുന്നു, പക്ഷെ ഇതൊന്നും കഴിക്കണില്ല കേട്ടോ. ചോറും കഴിക്കണില്ല, നൂഡിൽസ് മാത്രം ഒന്ന് എല്ലാം കഴിച്ചു നോക്കി, അത്രേ ഉള്ളൂ. അങ്ങനെ ഇതാ നമ്മളെ കപ്പ ബിരിയാണി കഴിക്കലും അടുക്കളയൊക്കെ വൃത്തിയാക്കലും പാത്രം കഴുകലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇനി വീഡിയോ വൈൻഡപ്പ് ചെയ്യണേ. അപ്പോൾ അതാ നമ്മളെ നൈറ്റ് വ്ലോഗ് ഇപ്പം ഇന്ന് വൈൻഡപ്പ് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെ കപ്പ ബിരിയാണി കഴിക്കലൊക്കെ കഴിഞ്ഞ് പാത്രം കഴുകലും അടുക്കളയൊക്കെ വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞിട്ടാ. അപ്പോൾ കാക്കു ഇപ്പോൾ ഒരു ട്രിപ്പ് ഉണ്ട് എന്ന് പറഞ്ഞാണ്ട് കിട്ടാണ്ട് പോയി നിങ്ങൾ പോയി കടന്നോളി എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ഇനി എനിക്ക് മേലേക്കാനും വിലക്കൊന്ന് ഒന്ന് കടത്താനുള്ളൂ കേട്ടോ. ഐശ്വര്യമൊന്നും കപ്പ കഴിച്ചിട്ടില്ല, ഒരിക്കാൻ പാൽ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. വേറെ ഒന്നും കഴിക്കാൻ വയ്ക്കണില്ല. അപ്പോൾ മരുന്ന് കൊടുത്ത് തേക്കണുണ്ട് കേട്ടോ വായിൽ. ചെറുതായിട്ട് ഇങ്ങനെ ഒരു നല്ല പനി വരുമ്പോൾ ഉണ്ടാകുമല്ലോ നമുക്ക്, അതാണ് ഇപ്പോൾ അവർക്കുള്ളത്. അപ്പോൾ വായിൽ പറ്റാലോ ഒരു മരുന്നൊക്കെ ഉണ്ട് കേട്ടോ, തേച്ച് കൊടുത്തിട്ടുണ്ട്. ഷാലിപ്പോൾ ഭക്ഷണം കഴിച്ച പാടെ തന്നെ കിടന്നു. ഞങ്ങളിപ്പോൾ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ കിടക്കാൻ പോകണുള്ളൂ. ഒന്ന് വേഗം കിടക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഞങ്ങളുടെ ഇത്ര തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരും. അതുവരേക്കും ബൈ ബൈ.